ശരി, നമുക്ക് തുടങ്ങാം. ഒരു ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം പറയാം. നമ്മുടെ കേരളം നല്ല സാക്ഷരത, പുരോഗമന ചിന്ത എന്നൊക്കെ പറയുമ്പോഴും ഇന്ത്യയില് വിവാഹമോചന നിരക്കിൽ മുൻപന്തിയില. ഇത് കേൾക്കുമ്പോൾ ഒരു അത്ഭുതം തോന്നും, അല്ലേ? അതെ, ആ കണക്കുകൾ നമ്മൾ കണ്ടതാണ്. അത് ശരിയാണ്. പക്ഷേ വെറും നമ്പറുകൾക്കപ്പുറം എന്താ ശരിക്കും കേരളത്തിലെ സംഭവിക്കുന്നത്? അതെ, അതാണ് ചോദ്യം. ഈ മാറ്റത്തിന് പിന്നിലെ കാര്യങ്ങൾ എന്തൊക്കെയാവാം? സാമൂഹികമായിട്ടും വ്യക്തിപരമായിട്ടുമൊക്കെ അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഒരു പ്രധാന കാരണം നമ്മൾ സംസാരിച്ച പോലെ സ്ത്രീ ശാക്തീകരണം തന്നെയാണ്. വിദ്യാഭ്യാസം കൂടി, ജോലി കിട്ടി, സ്വന്തം അവകാശങ്ങളെക്കുറിച്ച് നല്ല ബോധ്യം വന്നു. സാമ്പത്തിക സ്വാതന്ത്ര്യം വന്നതും ഒരു വലിയ കാര്യമല്ലേ? തീർച്ചയായും. അപ്പൊ പിന്നെ പണ്ടത്തെ പോലെ ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളൊരു ബന്ധത്തിൽ തുടരാൻ അവര് തയ്യാറാവുന്നില്ല. അവർക്കൊരു ധൈര്യം വന്നു, അല്ലേ? വേണ്ടെങ്കിൽ വേണ്ടാന്ന് വെക്കാൻ. അതെ. ഈയൊരു മാറ്റം സ്വാഭാവികമായും പഴയ കുടുംബസങ്കല്പങ്ങളെ അതിനെയൊക്കെ ഒന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. ഇത് ചിലപ്പോ കുടുംബങ്ങളിൽ പുതിയ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നുമുണ്ട്. എങ്ങനെയുള്ള പ്രശ്നങ്ങൾ? എന്നുവെച്ചാൽ വിവാഹമോചനം ഒരു സാമൂഹിക പ്രശ്നം എന്നതിനേക്കാൾ ചിലപ്പോൾ ഒരു വ്യക്തിക്ക് ആ ഒരു ബന്ധത്തിലെ ദുരിതത്തിൽ നിന്നുള്ള ഒരു രക്ഷപ്പെടലായിട്ട് കാണുന്നു. ഈ മാറുന്ന റോളുകൾ അല്ലെങ്കിൽ പ്രതീക്ഷകൾ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാവും കൂടുതലും? പലപ്പോഴും ഈ പരസ്പരം മനസ്സിലാക്കുന്നതിലെ കുറവ്, പിന്നെ പങ്കാളിയുടെ കാര്യങ്ങളിൽ ഒരുപാട് ഇടപെടുന്നത്, വീട്ടുകാരുടെ ആവശ്യമില്ലാത്ത ഇടപെടലുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഒരു സ്ത്രീക്ക് വിദ്യാഭ്യാസമൊക്കെ കിട്ടി സ്വന്തം അഭിപ്രായം വരുമ്പോൾ ഇതൊന്നും അത്ര എളുപ്പം സഹിക്കാൻ പറ്റില്ല. ശരിയാണ്. മറ്റൊന്ന്, സ്ത്രീധനം. നിയമം കൊണ്ട് ഇല്ലാതാക്കിയതാണെങ്കിലും പല പേരുകളിലും സമ്മാനമായുമൊക്കെ അതിപ്പോഴും നിലനിൽക്കുന്നു എന്നത് അത് ഞെട്ടിക്കുന്നതാണ്. അതുണ്ട്. അത് ഇപ്പോഴും ഒരു വലിയ പ്രശ്നം തന്നെയാണ്. കല്യാണത്തിന്റെ തുടക്കത്തിൽ തന്നെ പൈസയുടെ പേരിൽ പ്രശ്നങ്ങളുണ്ടാവാൻ ഇത് കാരണമാവുന്നുണ്ട്. പിന്നീടത് അകൽച്ചയിലേക്ക് നയിക്കും. അതെ. നേരിട്ട് ചോദിച്ചില്ലെങ്കിലും ചിലപ്പോ ഈ ആചാരങ്ങളുടെ പേരിലൊക്കെ ഒരു സമ്മർദ്ദം അവിടെ ഉണ്ടാവാം. ഇപ്പോൾ അതല്ലാതെ മറ്റു ചില പുതിയ കാരണങ്ങളും ഉണ്ടല്ലോ. ടെക്നോളജി, ലഹരി ഉപയോഗം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുണ്ട്. ടെക്നോളജി കാരണം വിവാഹേതര ബന്ധങ്ങൾ കൂടുന്നു മാത്രമല്ല, അത് കണ്ടുപിടിക്കാനും എളുപ്പമായി. അത് ഡിവോഴ്സ് കേസുകളിൽ ഒരു കാരണമായി വരുന്നുണ്ട്. പണ്ട് രഹസ്യമായിരുന്നത് ഇപ്പൊ പുറത്തറിയുന്നു. അതെ. അതുപോലെ മദ്യപാനം മാത്രമല്ല, ഇപ്പൊ ഈ സിന്തറ്റിക് ഡ്രഗ്സ് പോലുള്ളവയുടെ ഉപയോഗം അത് കുടുംബ ബന്ധങ്ങളെ വല്ലാതെ തകർക്കുന്നുണ്ട്. പലതരം അക്രമങ്ങളിലേക്കും അത് പോകുന്നു. ശരിയാണ്. തലമുറകൾ തമ്മിലുള്ള കാഴ്ചപ്പാടിലെ വ്യത്യാസവും ഒരു പ്രധാന കാര്യമല്ലേ? പഴയ ആൾക്കാര് വിവാഹമോചനത്തെ ഒരു വലിയ പരാജയമായി കാണുമ്പോൾ പുതിയ തലമുറ അങ്ങനെയല്ല. അവർക്ക് വിവാഹമെന്ന് പറയുന്നതൊരു പാർട്ട്ണർഷിപ്പാണ്. വർക്കാവുന്നില്ലെങ്കിൽ, പരസ്പരം ബഹുമാനമില്ലെങ്കിൽ, സന്തോഷമില്ലെങ്കിൽ അതിൽ നിന്നും മാറുന്നത് ഒരു തെറ്റായിട്ട് അവർ കാണുന്നില്ല. ഓക്കെ, അതൊരു പ്രായോഗിക തീരുമാനം. വൈകാരികമായി അടുപ്പമില്ലായ്മ അല്ലെങ്കിൽ വ്യക്തിപരമായ വളർച്ചയ്ക്ക് തടസ്സം, ഇതൊക്കെ കാരണങ്ങളായി പറയുന്നു. അതെ. അതിനെ ഒരു പുതിയ തുടക്കമായി കാണാൻ അവർ ശ്രമിക്കുന്നു. തോറ്റുപോയി എന്ന ചിന്തയല്ല. ഇതിനിടയിൽ കുട്ടികളുടെ കാര്യം അതെപ്പോഴും ഒരു ആശങ്കയാണല്ലോ. വേർപിരിയൽ അവരെ എങ്ങനെ ബാധിക്കും? തീർച്ചയായും കുട്ടികളെ ബാധിക്കും, അതിൽ സംശയമില്ല. പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. എപ്പോഴും വഴക്കും ബഹളവും, ചിലപ്പോൾ ശാരീരികമോ മാനസികമോ ആയ പീഡനവുമുള്ളൊരു വീട്ടിൽ കുട്ടി വളരുന്നതിനേക്കാൾ ഭേദം സമാധാനപരമായ ഒരു അന്തരീക്ഷമായിരിക്കും, അതൊരു പേരന്റിന്റെ കൂടെയാണെങ്കിൽ പോലും. അതെ. കുട്ടിയുടെ ഒരു ലോങ് ടേം മെന്റൽ ഹെൽത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. നല്ല സപ്പോർട്ട് സിസ്റ്റംസ് ഉണ്ടെങ്കിൽ ആഘാതം കുറയ്ക്കാനും പറ്റും. അപ്പോ ചുരുക്കി പറഞ്ഞാല് കേരളത്തിലെ ഈ ഉയർന്ന വിവാഹമോചന നിരക്ക് അതൊരു ഒറ്റ കാര്യത്തിന്റെ ഫലമല്ല, പല മാറ്റങ്ങളുടെ ഒരു റിഫ്ലക്ഷനാണ്. സ്ത്രീ ശാക്തീകരണം, മാറുന്ന ചിന്താഗതികൾ, പഴയ രീതികളോടുള്ള എതിർപ്പ്, അതെല്ലാമുണ്ട്. അതോടൊപ്പം ഈ ലഹരിമരുന്ന് പോലുള്ള പുതിയ പ്രശ്നങ്ങളും, പിന്നെ നല്ല കൗൺസിലിംഗ്, സപ്പോർട്ട്, ഇതിൻ്റെയൊക്കെ ആവശ്യകതയും ഇത് കാണിക്കുന്നുണ്ട്. ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നാണോ, അതോ മറ്റ് സ്ഥലങ്ങളിലും വരാനിരിക്കുന്ന മാറ്റങ്ങളുടെ സൂചനയാണോ? ഒരുപക്ഷേ ഒരു സൂചനയാവാം. വിദ്യാഭ്യാസം, സാമ്പത്തിക സ്വാതന്ത്ര്യം ഒക്കെ കൂടുമ്പോൾ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും ഒരുപക്ഷെ ഇതുപോലുള്ള ട്രെൻഡുകൾ നമ്മൾ കണ്ടേക്കാം. അപ്പൊ നമ്മള് സമൂഹമെന്ന നിലയിൽ വിവാഹത്തെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചുമൊക്കെ ഒന്നുകൂടെ ചിന്തിക്കേണ്ടി വരും, അല്ലേ? തീർച്ചയായും. യുവതലമുറയെ ആരോഗ്യകരമായ ബന്ധങ്ങളുണ്ടാക്കാൻ എങ്ങനെ സഹായിക്കാം എന്നൊക്കെ നമ്മൾ നോക്കണം. ശരി. അപ്പോ ഈ സംസാരം നമ്മളിവിടെ നിർത്തുമ്പോൾ കേൾക്കുന്ന നിങ്ങളും ഒന്ന് ആലോചിക്കുക. ഈ മാറ്റങ്ങളൊക്കെ കാണുമ്പോൾ വരും കാലത്ത് വിവാഹം എന്നതിന് എന്തർത്ഥമാവുമുണ്ടാവുക? നിങ്ങളുടെ ജീവിതത്തിൽ ഇതിന് എന്ത് പ്രസക്തിയുണ്ട്? നല്ലൊരു ചിന്തയാണ്. അതെ.
ഇതിനെക്കുറിച്ചൊക്കെ തുടർന്നും ആലോചിക്കാൻ ഇതൊരു തുടക്കമാവട്ടെ എന്ന് കരുതുന്നു.